നമസ്കാരം. ഒരു വാർത്താ ദിനം അവസാനിക്കുമ്പോൾ ഇന്ന് പുറത്തു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയെന്ന് നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും ലേറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. ആദ്യം തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ വരുന്ന വാർത്തയിലേക്ക്. തിരുവനന്തപുരം നഗരൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഐയും നേർക്കുനേർ. നിയമലംഘനത്തിന് ആലങ്കോട് വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ വാഹനം നഗരൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഈ വാഹനം ഇറക്കാൻ വന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കളും സ്റ്റേഷന് പുറത്തുണ്ടായിരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരും തമ്മിലാണ് തർക്കമുണ്ടായത്. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. അലക്സ്, എന്താണ് പ്രകോപനത്തിന് കാരണം? പ്രവിത, നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തും തിരുവനന്തപുരം കിളിമാനൂരിന് സമീപം നഗരൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ വൻ സംഘർഷ സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സ്റ്റേഷന് പുറത്ത് ഡിവൈഎഫ്ഐ CPM പ്രവർത്തകർ തമ്പടിച്ചിട്ടുണ്ട്. അവർ കൂട്ടം കൂടിയിട്ടുണ്ട്. സ്റ്റേഷനകത്ത് ചില യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് സ്റ്റേഷനകത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ന് പകൽ സമയത്ത് ഈ ആലങ്കോട് എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് ഒരു നിയമലംഘനത്തിന് പോലീസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ വാഹനം കസ്റ്റഡിയിലെടുത്തിരുന്നു. ഈ വാഹനം വിട്ടുകിട്ടുന്നതിന് വേണ്ടി നഗരൂർ പോലീസ് സ്റ്റേഷനിൽ ചില യൂത്ത് കോൺഗ്രസ് നേതാക്കളെത്തി. ഈ സമയം സ്റ്റേഷന് പുറത്തുണ്ടായിരുന്ന ചില ഡിവൈഎഫ്ഐ നേതാക്കളുമായി തർക്കമുണ്ടായി. അതായത് ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പുറത്തുണ്ടായിരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരെ തെറി വിളിച്ചു. അങ്ങനെയാണ് ആ സംഘർഷ സാധ്യത ഉടലെടുത്തതെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട പ്രകോപന കാരണം ഒരു വർഷം മുമ്പ് ഈ പ്രദേശത്ത് തന്നെ ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് സംഘർഷമുണ്ടായിരുന്നു. ആ സംഘർഷത്തിലുണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ് ഈ വാഹനം ഇറക്കുന്നതിന് വേണ്ടി സ്റ്റേഷനിലേക്ക് എത്തിയതും അത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കാണുകയും തുടർന്ന് ഇവരെ നോക്കിയത് കണ്ട് ചോദ്യം ചെയ്യുകയും തെറി വിളിക്കുകയും ചെയ്തു എന്നാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പറയുന്നത്. തുടർന്ന് അതിനുശേഷം ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൂട്ടമായി ഈ നഗരൂർ പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് എത്തുകയായിരുന്നു. ഇപ്പോൾ CPM പ്രവർത്തകരും സംഘടിച്ച് അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ പോലീസ് സ്റ്റേഷനകത്തുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാകട്ടെ പുറത്തുള്ള ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പോരിന് വെല്ലുവിളിക്കുകയാണ്. സമാനമായി തന്നെ പുറത്തു നിന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോരിന് വെല്ലുവിളിക്കുന്നു. സ്ഥലത്ത് ആറ്റിങ്ങൽ MLA OS അംബിക, അതുപോലെ ആറ്റിങ്ങൽ DYSP അടക്കമുള്ളവർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവർ ഈ പ്രതിഷേധക്കാരുമായോ, അതായത് ഡിവൈഎഫ്ഐക്കാരുമായൊക്കെ ചർച്ച നടത്തുന്നുണ്ട്. ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ച അവരുമായി നടത്തുന്നുണ്ട്. പക്ഷേ ഈ സമയം വരെയും ആ വിഷയം പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസ് എടുക്കണമെന്നാണ് ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുന്നത്. അതായത് ഈ പുറത്ത് വെച്ച് പ്രകോപനമുണ്ടാക്കിയ വിഷയത്തിലും നേരത്തെ ഉണ്ടായിരുന്ന ചില കേസുകളിലും ഇവർക്കെതിരെ കേസെടുക്കണം, നേരത്തെ ഉണ്ടായിരുന്ന ചില പരാതികൾ ഇവർക്കെതിരെ കേസെടുക്കണമെന്നാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരും നേതാക്കളും ആവശ്യപ്പെടുന്നത്. സ്ഥലത്ത് ഇപ്പോഴും സംഘർഷ സാധ്യത നിലനിൽക്കുന്നു. സ്റ്റേഷനകത്ത് നിന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കളും സ്റ്റേഷന് പുറത്തു നിന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകരും പോരിനുറച്ച് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഗ്രസ് പ്രവർത്തകരുടെ ഈ നിയമലംഘനം കണ്ടെത്തിയതിനെ തുടർന്നാണോ? എന്താണ് ഇതിലേക്ക് നയിച്ചൊരു സാഹചര്യം? പ്രവിത, അത്തരത്തിൽ സൂചനയൊന്നും ഉണ്ടായിരുന്നില്ല. ഇവരവിടേക്ക് അതായത് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഇവിടേക്ക് എത്തുന്ന സൂചനകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ചില ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ സ്റ്റേഷന് മുന്നിൽ നിൽക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ എത്തുന്നത് ഈ ആലങ്കോട് വെച്ച് നിയമലംഘനത്തിന് പോലീസ് പിടികൂടിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ വാഹനം വിട്ടു നൽകുന്നതിന് വേണ്ടിയാണ് ചില യൂത്ത് കോൺഗ്രസ് നേതാക്കൾ, പ്രദേശത്തെ ചില യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അവിടേക്ക് എത്തിയത്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വർഷം മുമ്പ് പ്രദേശത്ത് ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് സംഘർഷം നടന്നിരുന്നു. ആ സംഘർഷത്തിൽ ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ് അവിടേക്ക് എത്തിയത്. അവരെ ഈ പുറത്തു നിന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ തുറിച്ചു നോക്കി എന്നാണ് ഈ യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത്. തുടർന്ന് അവരുടെ ഭാഗത്തു നിന്ന് പ്രകോപനം ഉണ്ടാകുന്നു. യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അവരെ തെറി വിളിച്ചു എന്നാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പറയുന്നത്. അങ്ങനെയാണ്, അതായത് ഒരു വർഷം മുമ്പ് നടന്ന സംഘർഷത്തിന്റെ ബാക്കി പത്രമാണ് സത്യത്തിൽ നഗരൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ അരങ്ങേറുന്നതെന്ന് നമുക്ക് പറയാം. അതിന് കാരണമായതാകട്ടെ ഈ നിയമലംഘനം നടത്തിയ വാഹനം വിട്ടുകിട്ടുന്നതുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ സ്റ്റേഷനിലേക്ക് എത്തിയതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ആ പ്രകോപനത്തിലേക്ക് നയിച്ചത്. ആ സ്ഥലത്ത് ഇപ്പോഴും ആ സ്റ്റേഷന് മുന്നിൽ സംഘർഷ സാധ്യത നിലനിൽക്കുന്നു. ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും പോരിനുറച്ചു നിൽക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളി ഉയർത്തുന്നു. പ്രവിത, അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം നഗരൂർ പോലീസ് സ്റ്റേഷന് മുന്നിലാണ് സംഘർഷ സാധ്യത. യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഐയും നേർക്കുനേർ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവരുമായി അനുനയ ചർച്ച നടക്കുന്നു എന്നുള്ള വിവരം കൂടിയാണ് അലക്സ് റാം മുഹമ്മദ് പങ്കുവച്ചത്. കേന്ദ്ര സർക്കാരിന്റെ ലേബർ കോഡിനെതിരായ തൊഴിലാളി സംഘടനകളുടെ 24 മണിക്കൂർ പൊതുപണിമുടക്ക് അർദ്ധരാത്രി മുതൽ. കേന്ദ്ര തൊഴിലാളി സംഘടനകളും കർഷക സംഘടനകളും സംയുക്തമായാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 10 ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ച പൊതുപണിമുടക്കിൽ 30 കോടി തൊഴിലാളികൾ പങ്കെടുക്കുമെന്ന് തൊഴിലാളി സംഘടനകൾ അറിയിച്ചു. പണിമുടക്കിന്റെ ഭാഗമായി CITU ലേബർ കോഡ് കത്തിച്ചു. വ്യവസായ, കാർഷിക, വാണിജ്യ, വ്യാപാര മേഖലകൾ പൊതുപണിമുടക്കിൽ നിശ്ചലമായേക്കും. അതേസമയം പാൽ, പത്രം, ആശുപത്രി, ആംബുലൻസുകൾ തുടങ്ങിയ അവശ്യ സേവനങ്ങളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കൊച്ചി മെട്രോ പതിവ് പോലെ സർവീസ് നടത്തുമെന്നും അധികൃതർ അറിയിച്ചു. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട വരവ് ചിലവ് കണക്കുകളിൽ വൻ പൊരുത്തക്കേടെന്ന് ഹൈക്കോടതി. ടെൻഡർ നടപടികൾ പാലിക്കാതെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കരാർ നൽകിയത്. ദേവസ്വം ബോർഡിൽ നിന്ന് എടുത്ത 2 കോടി തിരിച്ചടച്ചില്ല എന്നും ഹൈക്കോടതി വിമർശിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിശദീകരണം നൽകണമെന്ന് നിർദ്ദേശിച്ചു.
ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞ 1 മാസം പിന്നിട്ടിട്ടും ഓഡിറ്റ് റിപ്പോർട്ട് നൽകാത്തതിനെ ഹൈക്കോടതി വിമർശിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ഓഡിറ്റ് റിപ്പോർട്ട് ദേവസ്വം ബെഞ്ചിൽ സമർപ്പിച്ചത്. കണക്കിൽ ചില പൊരുത്തക്കേടുകളുണ്ടെന്നാണ് കോടതി വിലയിരുത്തൽ. വിശദമായ മറുപടി നൽകാൻ ദേവസ്വം ബോർഡിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. അയ്യപ്പ സംഗമം നടത്തിയതിലൂടെ 3 കോടിയിലേറെ രൂപയുടെ നഷ്ടം വരുത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരം. ദേവസ്വം ബോർഡ് അഡ്വാൻസായി 3 കോടി രൂപ അനുവദിച്ചിരുന്നു. ഈ തുക സ്പോൺസർഷിപ്പിലൂടെ തിരിച്ചുപിടിക്കാനായിട്ടില്ല എന്നാണ് കണ്ടെത്തൽ. എന്നാൽ ആഗോള അയ്യപ്പ സംഗമത്തിന് സർക്കാർ ഒരുക്കിയത് പശ്ചാത്തല സൗകര്യം മാത്രമെന്ന് ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ വിശദീകരിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് നടന്ന സംഭവമാണ്. അതിന്റെ സ്പോൺസർമാരെയും കണ്ടെത്തിയത് അവരാണ്. ഒപ്പം വരവില കണക്കും തയ്യാറാക്കിയതവരാണ്. അത് അവരോട് ചോദിച്ചെങ്കിൽ പറയാൻ പറ്റുള്ളൂ. അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നിൽ നടന്നത് മുഴുവൻ കളവെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. 600 പേര് പങ്കെടുക്കാൻ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിന് 5 കോടി 8 കോടി എന്നൊക്കെ പറയുന്നത് എവിടത്തെ കണക്കാണ്? മുഴുവൻ കളവാണ് ഇതിന്റെ പുറകിൽ നടക്കുന്നത്. അഴിമതിയാണ് ഇതിൻ്റെ അകത്ത് പുറത്ത് നടക്കുന്നത്. ശബരിമലയുടെ മാസ്റ്റർ പ്ലാനിനടക്കം ഗുണം ചെയ്യുമെന്ന് കരുതി നടത്തിയ അയ്യപ്പ സംഗമം കേവലം രാഷ്ട്രീയ സ്റ്റണ്ടായി മാറിയെന്ന ആരോപണമാണ് ഉയരുന്നത്. കഴിഞ്ഞ സെപ്റ്റംബർ 20-നായിരുന്നു പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത്. 24 കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജാമ്യം ലഭിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസു ജയിൽ മോചിതനായി. റിമാൻഡ് കാലാവധി 90 ദിവസം പിന്നിട്ടതിനാൽ കൊല്ലം വിജിലൻസ് കോടതിയാണ് ഇന്ന് ജാമ്യം അനുവദിച്ചത്. അതേസമയം കേസിൽ മുൻ ദേവസ്വം സെക്രട്ടറി എസ് ജയശ്രീയുടെ അറസ്റ്റ് തടഞ്ഞ ഇടക്കാല ഉത്തരവ് സുപ്രീംകോടതി നീട്ടി. കേസിൽ സുപ്രീംകോടതി ഗുരുതര പരാമർശങ്ങളും നടത്തി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജാമ്യം നേടുന്ന 5ാമത്തെ ആളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ എൻ വാസു. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം നൽകാത്തതിനാൽ സ്വാഭാവിക ജാമ്യം നേടിയാണ് എൻ വാസു പുറത്തിറങ്ങിയത്. പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുത്, സംസ്ഥാനം വിട്ടുപോകരുത്, ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണം തുടങ്ങിയവയാണ് ഉപാധികൾ. മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജുവിന്റെ ജാമ്യഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ വാദം പൂർത്തിയായി. ഹർജിയിൽ കോടതി നാളെ വിധി പറയും. സ്മാർട്ട് ക്രിയേഷൻസ് CEO പങ്കജ് ഭണ്ഡാരി, സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ എന്നിവരുടെ റിമാൻഡ് 14 ദിവസത്തേക്ക് കൂടി നീട്ടി. അതേസമയം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീക്ക് സുപ്രീം കോടതിയിൽ നിന്ന് താത്കാലിക ആശ്വാസം. അറസ്റ്റ് തടഞ്ഞ ഇടക്കാല ഉത്തരവ് സുപ്രീം കോടതി നീട്ടി നൽകി. ശബരിമലയിലെ മൊത്തം സ്വർണം കൊള്ളയടിച്ചല്ലോ എന്നും കൊടിമരത്തിൽ നിന്നടക്കം സ്വർണം പോയ വാർത്ത കണ്ടെന്നും സുപ്രീം കോടതി വാക്കാൽ പരാമർശം നടത്തി. ഇതിനിടെ എസ് ജയശ്രീക്കും ഇടനിലക്കാരനായ കൽപേഷിനും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ED നോട്ടീസ് നൽകി. 24 ഡൽഹി, കൊല്ലം. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ ലോക്സഭയിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. മോദി സർക്കാർ രാജ്യത്തെ ട്രംപിന് വിറ്റുവെന്നും ഇത് ലജ്ജാകരമെന്നും രാഹുൽ ഗാന്ധി തുറന്നടിച്ചു. കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെയും അനിൽ അംബാനിയുടെയും പേര് അമേരിക്കൻ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട രേഖകളിൽ ഉണ്ടെന്ന് ബജറ്റ് ചർച്ചയ്ക്കിടെ രാഹുൽ ഗാന്ധി ആരോപിച്ചു. താൻ എപ്സ്റ്റീനെ കണ്ടിട്ടുണ്ടെന്നും എന്നാൽ എപ്സ്റ്റീന്റെ കുറ്റകൃത്യങ്ങളുമായി തനിക്ക് ബന്ധമില്ല എന്നും കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി പിന്നീട് വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു. 7 ദിവസത്തെ സഭാസ്തംഭനത്തിന് ശേഷം ബജറ്റിന്മേലുള്ള പൊതുചർച്ചയിൽ സംസാരിക്കാൻ ലഭിച്ച അവസരം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കൃത്യമായി വിനിയോഗിച്ചു. ബജറ്റിനെ കുറിച്ച് 2 വരി മാത്രം പറഞ്ഞ രാഹുൽ ഇന്ത്യ US വ്യാപാര കരാറിൽ കേന്ദ്ര സർക്കാരിനെതിരെ കടുത്ത ഭാഷയിൽ ആഞ്ഞടിച്ചു. കരാർ പൂർണ്ണമായ കീഴടങ്ങലാണെന്നും രാജ്യത്തിന്റെ ഭാവിയെ പണയപ്പെടുത്തിയെന്നും ഭാരതമാതാവിനെ വിൽക്കാൻ ലജ്ജയില്ലേ എന്നും രാഹുൽ. Are you not ashamed of selling India? Do you have no shame of selling India? You have sold our mother. You know why he sold India? Because they are choking him. US-ലെ കേസ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് അദാനിയെയല്ല, പ്രധാനമന്ത്രിയെ. പ്രധാനമന്ത്രിയുടെ കണ്ണുകളിൽ താൻ ഭയം കാണുന്നു എന്ന് പറഞ്ഞ രാഹുൽ എപ്സ്റ്റീൻ ഫയൽ വിവാദവും സഭയിൽ ഉന്നയിച്ചു. There is a businessman called Mr. Anil Ambani. I want to ask the question, why is he not in jail? The reason he's not in jail is because his name is in the Epstein files. That's why he's not in jail. Rahul ji, jo bhi I'd also like to ask Mr. Hardeep Puri, who introduced him to Epstein. രാഹുലിന്റെ പ്രസംഗത്തിനിടെ പലതവണ ചെയറും ഭരണപക്ഷവും ഇടപെട്ടു. ഉന്നയിച്ച ആരോപണങ്ങൾ സാധൂകരിക്കണമെന്ന കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. All the points he has made have serious repercussion. He must authenticate on all the allegations he has made. भारत आगे बढ़ने से कांग्रेस दुखी हो जाते हैं. इसी से तो हम लोग का चिंता है. ജെഫ്രി എപ്സ്റ്റീനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നെന്നും എന്നാൽ കുറ്റകൃത്യങ്ങളുമായി തനിക്ക് പങ്കില്ലെന്നുമുള്ള വിശദീകരണവുമായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി രംഗത്ത് വന്നു. That these facts are all known, they are in the public domain.
3 million emails have been released. All right? In these 3 million emails, I am in New York for 8 years. അവിശ്വാസ പ്രമേയ നോട്ടീസ് നേരിടുന്ന ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്നും സഭയിൽ എത്തിയില്ല. 24 ഡൽഹി. വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയിൽ സംസാരിക്കാൻ വിളിക്കാൻ വൈകിയതിൽ ഷാഫി പറമ്പിലിന് നീരസം. DCC സെക്രട്ടറി പ്രമോദ് കക്കട്ടലിനോടാണ് ഷാഫി പരസ്യമായി നീരസം പ്രകടിപ്പിച്ചത്. ജാഥ ക്യാപ്റ്റൻ സംസാരിക്കുന്നതിന് മുൻപ് വിളിക്കാത്തതിലാണ് അതൃപ്തി പരസ്യമാക്കിയത്. എന്നാൽ യാത്രയിൽ ഒരു വിഭാഗീയതയുമില്ല എന്ന് ഷാഫി പറമ്പിൽ പിന്നീട് പ്രതികരിച്ചു. ജാഥ ക്യാപ്റ്റൻ സംസാരിക്കും മുൻപ് നേതാക്കൾ സംസാരിച്ച് അവസാനിപ്പിക്കുന്നതാണ് പുതുയുഗ യാത്രയിലെ രീതി. എന്നാൽ MK രാഘവൻ MP അടക്കം സംസാരിക്കാൻ വിളിച്ചിട്ടും തന്നെ വിളിക്കാത്തതിലാണ് ഷാഫി പറമ്പിലിന്റെ നീരസം. പിന്നീട് ഷാഫിയെ വിളിച്ചപ്പോഴാകട്ടെ 2 വരിയിൽ പ്രസംഗം അവസാനിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രസംഗിക്കുന്നില്ല. ഒറ്റ വാചകം പ്രതിപക്ഷ നേതാവിനോട് പറയുന്നു. 100-ൽ കൂടുതൽ എണ്ണുമ്പോ കുറ്റ്യാടി എണ്ണിക്കോളൂ എന്ന് ഈ വേദിയിൽ പറയുന്നു. അഭിവാദ്യങ്ങൾ. വിവാദങ്ങൾക്ക് പിന്നാലെ മറുപടിയുമായി ഷാഫി പറമ്പിൽ രംഗത്തെത്തി. യാത്രയിൽ ജനങ്ങളുടെ തിക്കും തിരക്കുമാണുള്ളതെന്നും വിഭാഗീയതയും വർഗീയതയുമില്ലെന്നും ഷാഫി വടകരയിലെ സ്വീകരണ യോഗത്തിൽ പറഞ്ഞു. ഈ യാത്ര എവിടെയും വിഭാഗീയത പ്രസംഗിക്കുന്നില്ല. ഈ യാത്ര എവിടെയും വർഗീയത പ്രസംഗിക്കുന്നില്ല. ഈ യാത്ര സർക്കാരിന്റെ പണം ഉപയോഗിച്ച് നടത്തുന്ന PR എക്സസൈസിന്റെ സൃഷ്ടികളല്ല. 24 കോഴിക്കോട്. മന്ത്രി റോഷി അഗസ്റ്റിൻ നടത്തിയ പാലാ സ്ഥാനാർത്ഥി പ്രഖ്യാപനം സ്ഥിരീകരിക്കാതെ ജോസ് കെ മാണി. താൻ പാലായിൽ മത്സരിക്കണോ എന്ന് പാർട്ടി തീരുമാനിക്കുമെന്നും റോഷി അഗസ്റ്റിൻ ചോരത്തിളപ്പുള്ള നേതാവാണ് എന്നുമായിരുന്നു ജോസ് കെ മാണിയുടെ പ്രതികരണം. അതിനിടെ കേരള കോൺഗ്രസിനെ ചൊല്ലി അവകാശവാദവുമായി ജോസ് കെ മാണിയും PC തോമസും രംഗത്ത് വന്നു. പാർട്ടി തീരുമാനിക്കും, ജോസ് കെ മാണി മത്സരിക്കും. അതൊക്കെ പാർട്ടിയുടെ തീരുമാനങ്ങൾ അവർ സമയത്ത് പുറപ്പെടുവിക്കും എന്ന് മാത്രമേ ഉള്ളൂ. സത്യമായി രംഗത്ത് വരും, സജീവമായി നേരിടും. നല്ല വിജയം എല്ലാ മേഖലയിലും ഉണ്ടാവും. ഇന്നലെ അടിമാലിയിൽ വെച്ചാണ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഈ പ്രഖ്യാപനം. ഇത് സംബന്ധിച്ച ചോദ്യങ്ങളോട് ഇന്ന് ജോസ് കെ മാണിയുടെ പ്രതികരണം ഇങ്ങനെ. അദ്ദേഹം എപ്പോഴും ഒരു KSC വളർന്നു വന്നയാളാണ്. ആ ചോരത്തിളപ്പ് എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം സ്നേഹം കൂടുമ്പോൾ അതൊക്കെ പറയും. പിന്നെ അദ്ദേഹം മത്സരിക്കണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. ജോസ് കെ മാണി ഇങ്ങനെ പറഞ്ഞൊഴിയുമ്പോഴും വിഷയം പ്രവർത്തകർക്കിടയിൽ ചർച്ചയാവുകയാണ്. മുന്നണി മാറ്റ ചർച്ചകൾ സജീവമായിരുന്ന സമയത്ത് റോഷി അഗസ്റ്റിന്റെ ശക്തമായ നിലപാട് ഏറെ ശ്രദ്ധേയമായിരുന്നു. പാലാ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ പാർട്ടിയിൽ റോഷി കൂടുതൽ കരുത്തനാകുന്നുവെന്നാണ് ചർച്ചകൾ. അതേസമയം കേരള കോൺഗ്രസിനെ ചൊല്ലി ജോസ് കെ മാണിയും PC തോമസും അവകാശവാദങ്ങളുമായി എത്തി. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ കേരള കോൺഗ്രസ് എന്ന ഒറ്റ പാർട്ടിയെ നിലവിലുള്ളൂ. അത് ശ്രീ PJ ജോസഫ് സാർ നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ പാർട്ടിയാണ്. അത് മുഴുവൻ പാർട്ടി പ്രവർത്തകരുടെ തറവാടാണ്. ഞാനാരെയും പഠിപ്പിക്കാൻ പോയില്ലല്ലോ. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. തറവാട്ടിൻ്റെ കാര്യം പറഞ്ഞു ബ്രാക്കറ്റ് ഇല്ലാത്ത കേരള കോൺഗ്രസ് ആണെന്ന് പറഞ്ഞു. ഞാൻ ബ്രാക്കറ്റ് ഇല്ലാത്ത കേരള കോൺഗ്രസ് ആണെന്ന്, അതാണ് തറവാടെന്നുണ്ടെങ്കിൽ ഇലക്ഷൻ പെറ്റീഷൻ വന്നപ്പോൾ എന്തിനാണ് അവരെ മത്സരിക്കാൻ അവിടെ വന്ന് ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ വന്നത്? ഇത് തന്നെ മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ലേ. വ്യക്തിപരമായ കാരണങ്ങളുള്ളതിനാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ കൂടിയായ PC തോമസ് പറഞ്ഞു. 24 കൊച്ചി. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പാലക്കാട്ടെ CPIM വിമതർ പുതിയ പാർട്ടി രൂപീകരിക്കാൻ ഒരുങ്ങുന്നു. PK ശശി ഉൾപ്പെടെയുള്ളവരെ ചേർത്ത് ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് മുന്നണി രൂപീകരിക്കാനാണ് ആലോചന. വലിയ നേതാക്കൾ പാർട്ടി വിട്ടുപോയിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് CPIM നേതാക്കളുടെ പ്രതികരണം. കൊഴിഞ്ഞാമ്പാറ, മണ്ണാർക്കാട്, ഒറ്റപ്പാലം മേഖലയിലെ CPIM വിമതരാണ് ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് എന്ന പേരിൽ പുതിയ പാർട്ടി രൂപീകരിക്കാൻ നീക്കം നടത്തുന്നത്. വിമതരുടെ പാർട്ടിയിൽ CPIMുമായി അകന്നു നിൽക്കുന്ന മുൻ MLA PK ശശിയെയും ഉൾപ്പെടുത്താൻ ശ്രമം നടക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ ജില്ലയിൽ വിമത കൺവെൻഷൻ വിളിച്ചു ചേർക്കും. പാർട്ടിക്ക് UDF പിന്തുണ നൽകിയേക്കും. വിമതർ ഭീഷണിയല്ലെന്നാണ് CPIM നേതൃത്വത്തിന്റെ പ്രതികരണം. സാങ്കല്പിക ചോദ്യവും ആ സാങ്കല്പിക ചോദ്യത്തിന് സാങ്കല്പികമായ ഉത്തരവും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. വിസ്മയിൽ ഒന്നാമത്തെ ദിവസം തന്നെ പൊട്ടിയിരുന്നു. ഇപ്പോൾ ഒരേ ഒരു വിസ്മയം കളവാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ കളവ് പറയാൻ തുടങ്ങി. 9 കളവാണ് ഈ ഒറ്റ പ്രശ്നത്തിന് മേലെ പറഞ്ഞത്. ഈ കേരളത്തിൽ എത്ര നേതാക്കൾ ഈ പാർട്ടി വിട്ടുപോയി അല്ലേ? അതൊക്കെ നമ്മുടെ മുമ്പിൽ അനുഭവങ്ങളുണ്ടല്ലോ. പിന്നെ എന്തെങ്കിലും അതിർത്തിൻ്റെ പേരിൽ, ഞങ്ങൾക്കറിയാത്ത അതിർത്തിൻ്റെ പേരിൽ പാർട്ടി വിട്ടുപോകുന്നത് ഞങ്ങളുടെ കുഴപ്പമല്ല. KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ച ശേഷമാകും PK ശശി പുതിയ പാർട്ടിക്കൊപ്പം ചേരാൻ സാധ്യത. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര ജില്ലയിലെത്തുമ്പോൾ വൻ ട്വിസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ.
അതേസമയം എറണാകുളം പറവൂരിൽ CPIM സ്ഥാനാർത്ഥി വേണമെന്ന് പാർട്ടി ഏരിയ കമ്മിറ്റി ജില്ലാ നേതൃത്വത്തെ നിലപാട് അറിയിച്ചു. എന്നാൽ സീറ്റ് വിട്ടുകൊടുക്കില്ലെന്ന നിലപാടിലാണ് CPI. 24 പാലക്കാട്. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ തഴഞ്ഞതിന് ന്യായീകരണവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കൊല്ലത്തെ ESI മെഡിക്കൽ കോളേജ് നഷ്ടപ്പെടുത്തി കേരളം എയിംസിനെ പറ്റി പറയുന്നു. ESI ആശുപത്രി മെഡിക്കൽ കോളേജ് ആകുന്നത് തടഞ്ഞത് വഴി നഷ്ടപ്പെടുത്തിയത് തൊഴിലാളികളുടെ AIIMS ആണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. വിവാദമായ മറ്റേ മോൻ പരാമർശത്തിലും സുരേഷ് ഗോപി വിശദീകരണം നൽകി. മറ്റേ മകൻ എന്നാണ് താൻ ഉദ്ദേശിച്ചത്. വിമർശനം ഉന്നയിച്ച ആളുടെ പേര് പറയുന്നതിന് പകരമാണ് അങ്ങനെയൊരു വാക്ക് ഉപയോഗിച്ചതെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. ESI ആശുപത്രി മെഡിക്കൽ കോളേജായി മാറുന്നത് വഴി അസംഘടിത വിഭാഗങ്ങൾക്ക്, തൊഴിലാളികൾക്ക്, അവരുടെ മക്കൾക്ക് അവരുടെ എയിംസാണ് ഇപ്പം നിങ്ങൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. തൊഴിലാളികളുടെ എയിംസാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. കിട്ടാത്തതിനെക്കുറിച്ച് ബഹളം വയ്ക്കാനാണ് താല്പര്യം. കിട്ടിയത് നഷ്ടപ്പെടുത്തിയതിനെക്കുറിച്ച് പശ്ചാത്താപമില്ല എന്ന് പറഞ്ഞാൽ സങ്കടകരമായ കാര്യമാണ്. സത്യം പറയാണ്, എൻ്റെ നെഞ്ചത്ത് കൈവച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ നിങ്ങളൊക്കെ വ്യാഖ്യാനിച്ച അതല്ല ഉദ്ദേശിച്ചത്. എനിക്ക് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേര് അന്നേരം എടുത്ത് പറയാൻ തോന്നിയില്ല. മറ്റേ ഇത് പറഞ്ഞ ആ മോനില്ലേ എന്നുള്ളതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എൻ്റെ അമ്മ സത്യം. ബജറ്റ് ചർച്ചയ്ക്കുള്ള മറുപടിയിൽ കേരള സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾക്ക് വ്യവസായങ്ങൾ സൃഷ്ടിക്കാൻ താൽപര്യമില്ല. കേരളത്തിലെ ഒരു വ്യവസായ ഗ്രൂപ്പ് 3700 കോടിയുടെ നിക്ഷേപം ഉപേക്ഷിച്ചു പോയെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ആരോപിച്ചു. ദുർബല വിഭാഗങ്ങൾക്കെതിരെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്നത് കേരളത്തിലെന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും രംഗത്ത് വന്നു. इंडस्ट्री ग्रुप 3500 करोड़ का इन्वेस्टमेंट को उधर से हटाया और चले गए दूसरे। इंडस्ट्री को अट्रैक्ट करने के लिए हर एक स्टेट मेहनत करती है। 125 पॉलिटिकल मर्डर्स हुआ है. 30 killings happened during the current CM's time. Highest IPC crime rate in India of 661 per lakh population according to NCRB data is from Kerala. और scheduled tribes में 35.5 पर lakh population में ST लोग के ऊपर क्राइम होता है केरल में. NCRB डेटा है. ബജറ്റ് അവഗണനയിൽ ലോക്സഭയിൽ കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ച KC വേണുഗോപാൽ MP പല സംസ്ഥാനങ്ങൾക്കും എയിംസ് അനുവദിച്ചുവെങ്കിലും കേരളത്തിന് നൽകിയില്ല. അതിവേഗ റെയിൽ ഇടനാഴിയിലും ഉൾപ്പെടുത്തിയില്ല. കേരളത്തിന് നൽകിയത് ആമ ഗവേഷണ കേന്ദ്രമാണ്. ആമയെക്കുറിച്ച് ഓർമ്മിക്കാൻ തയ്യാറായതിന് നന്ദിയെന്നും KC വേണുഗോപാൽ പരിഹസിച്ചു. Now today it is being a normalized situation in our country. State-sponsored terror in the name of what is proudly called bulldozer Raj has become a new political tool. Madam, what is even disturbing, the community has been attacked very severely. 80 churches and 80 institutions are attacked during the Christmas season, last Christmas season in this country. We are all wondered and shocked by hearing the statement of a chief minister. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി വിധി നാളെ. ജാമ്യം അനുവദിക്കരുത് എന്നാണ് അതിജീവിതയും പ്രോസിക്യൂഷനും ആവശ്യപ്പെട്ടത്. കേസ് രാഷ്ട്രീയ പ്രേരിതമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ വാദിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിലെ അതിജീവിതയെ സമൂഹമാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച കേസിൽ പ്രതി ദീപ ജോസഫിന്റെ ഹർജിയിൽ അതിരൂക്ഷ വിമർശനവുമായി സുപ്രീംകോടതി. ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീക്കെതിരെ പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് ഉപയോഗിച്ചത് എന്ന് ദീപ ജോസഫിനെതിരെ സുപ്രീംകോടതി. കേസ് റദ്ദാക്കണമെന്ന ദീപ ജോസഫിന്റെ ഹർജി സുപ്രീംകോടതി തള്ളി. അറസ്റ്റ് തടയണമെന്ന ആവശ്യവും അംഗീകരിച്ചില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിലെ ആദ്യ അതിജീവിതയെ സമൂഹമാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചതിനാണ് ദീപ ജോസഫിനെതിരെ കേസെടുത്തത്. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ദീപ ജോസഫ് സുപ്രീംകോടതിയെ സമീപിച്ചത്. സുപ്രീംകോടതിയിൽ നിന്ന് ആശ്വാസം പ്രതീക്ഷിച്ചെത്തിയ ദീപ ജോസഫിന് നേരിടേണ്ടി വന്നത് കടുത്ത വിമർശനം. പ്രാക്ടീസ് ചെയ്യുന്ന വനിതാ അഭിഭാഷക എന്ന നിലയിൽ പ്രയോഗിക്കാൻ കഴിയുന്ന വാക്കുകളാണോ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതെന്നായിരുന്നു കോടതിയുടെ ആദ്യ ചോദ്യം. അതിജീവിതയുടെ ഭർത്താവ് പറഞ്ഞ കാര്യങ്ങളാണ് താൻ പങ്കുവച്ചതെന്ന് ദീപ ജോസഫിന്റെ മറുപടി. ഭർത്താവ് സ്വകാര്യമായി പങ്കുവച്ച കാര്യങ്ങൾ
സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് ശരിയാണോ എന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ചോദിച്ചു. ഒരു അഭിഭാഷക എന്ന രീതിയിൽ ഒരു വ്യക്തി, ഒരു ക്ലയന്റ് തനിക്ക് നൽകുന്ന വിവരങ്ങൾ അത് ഫേസ്ബുക്കിലൂടെ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള അപകീർത്തികരമായ പ്രസ്താവനകൾ നടത്തുകയല്ല വേണ്ടത്. അത് കേസിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളതിനപ്പുറത്ത് അവർ വ്യക്തിപരമായി ഇത് അതിജീവിതയെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോസ്റ്റായി ഉപയോഗിക്കുകയാണ് ചെയ്തത്. അതാണ് കോടതിയെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ചത്. സ്ത്രീ ആയതുകൊണ്ടാണ് താങ്കൾക്ക് പരിഗണന ലഭിക്കുന്നതെന്നും ഇത്തരം അധിക്ഷേപ പരാമർശങ്ങൾ പുരുഷന്മാരാണ് നടത്തിയതെങ്കിൽ ഉടൻ അറസ്റ്റ് ചെയ്യുമായിരുന്നുവെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. കേസിൽ ഇടപെടാനാകില്ലെന്നും ബന്ധപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കാനും നിർദ്ദേശിച്ച സുപ്രീംകോടതി ദീപ ജോസഫിന്റെ ഹർജി തള്ളി. അറസ്റ്റ് തടയണമെന്ന ദീപ ജോസഫിന്റെ ആവശ്യവും സുപ്രീംകോടതി അംഗീകരിച്ചില്ല. കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടിട്ടും ദീപ ജോസഫ് വീണ്ടും അതിജീവിതയെ അധിക്ഷേപിക്കുന്ന പോസ്റ്റ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചു. കേസിന് ശേഷവും ഇപ്പോൾ ഈ കേസ് വീണ്ടും സുപ്രീംകോടതി തള്ളിയതിനു ശേഷവും തുടർച്ചയായി അവർ ഇട്ടുകൊണ്ടിരിക്കുന്ന പോസ്റ്റുകളിലൂടെ അവരുടെ ഒരു കണ്ടക്റ്റാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അതിനെതിരെ അതിജീവിത ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ, പോലീസിനെ ഉൾപ്പെടെ സമീപിക്കുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ ഞങ്ങളോട് സൂചിപ്പിച്ചിട്ടുള്ളത്. സമൂഹ മാധ്യമത്തിലൂടെയുള്ള തന്റെ പ്രതികരണം ചർച്ചയായതോടെ ദീപ ജോസഫ് പോസ്റ്റ് പിൻവലിച്ചു. ആർ അച്യുതൻ, 24, ഡൽഹി. ജിടെക് എഡ്യൂക്കേഷൻ 25ാം വാർഷികത്തോടനുബന്ധിച്ച് പുതിയ ലോഗോയുടെ ലോഞ്ച് മെഗാ ഡ്രോൺ ഷോയിലൂടെ നടന്നു. കോഴിക്കോട് ബീച്ചിൽ ജിടെക് അറ്റ് 25 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ രാഷ്ട്രീയ വ്യവസായ രംഗത്തെ പ്രമുഖരും ആയിരക്കണക്കിന് നാട്ടുകാരും പങ്കാളികളായി. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച ജിടെക് എഡ്യൂക്കേഷൻ 25ാം വാർഷികത്തോടനുബന്ധിച്ചാണ് പുതിയ ലോഗോ പുറത്തിറക്കിയത്. കമ്പ്യൂട്ടർ വിദ്യാഭ്യാസത്തിൽ തുടങ്ങിയ ജിടെക് ആധുനിക സാങ്കേതിക വിദ്യാഭ്യാസ പഠനത്തിൽ എത്തി നിൽക്കുമ്പോൾ മാറുന്ന ടെക്നോളജിയുടെ പിൻബലത്തിലൂടെയാണ് ലോഗോ പ്രകാശനം ചെയ്തത്. 100 കണക്കിന് ഡ്രോണുകൾ ഒന്നായി നിരന്ന കോഴിക്കോട് കടപ്പുറത്ത് വിസ്മയം തീർത്തു. ലോഗോ അവതരിക്കുകയാണ്. അടയാളപ്പെടുത്തുക കാലമേ. ജിടെക് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ മെഹറൂഫ് മണലോടി, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ മിഷാൽ അബൂബക്കർ, മെഹന ഹിലാൽ തുടങ്ങിയവരോടൊപ്പം കോഴിക്കോട്ടെ പ്രമുഖ വ്യവസായികളും ചടങ്ങിന്റെ ഭാഗമായി. എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് വെച്ചാൽ എവിടെ യാത്ര ചെയ്യുന്ന സമയത്തും ഏതൊരു സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാലും അവിടെ കമ്പ്യൂട്ടർ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ അധികവും മിക്കവാറും ജിടെക്കിൽ പഠിച്ച ആൾക്കാരായിരിക്കും. അതാണ് നമ്മളുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. മെഗാ ലോഗോ ലോഞ്ചിന്റെ ഭാഗമായി റാപ്പർ വേടനും ഹനാൻ ഷായും നയിച്ച മ്യൂസിക് ഷോയും അരങ്ങേറി. മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ, കോഴിക്കോട് മേയർ O സദാശിവൻ തുടങ്ങിയവരും ചടങ്ങിന്റെ ഭാഗമായി. 24 കോഴിക്കോട്. ലേറ്റ് എഡിഷൻ പൂർണ്ണമാകും. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.